കണ്ണാൽ കാണുന്നതെല്ലാം ഉണ്മയല്ല എന്നാരോ പറഞ്ഞിട്ടില്ലേ? എന്ന് പറഞ്ഞ പോലെ കണ്ണുകൊണ്ട് കാണാത്ത പല കാര്യങ്ങളും ചിലപ്പോൾ മനസ്സ് നമ്മളെ വിശ്വസിപ്പിക്കാൻ ശ്രമിക്കും. അതിനെ സ്വപ്നമെന്നോ മിഥ്യയെന്നോ വെർച്വൽ റിയാലിറ്റി എന്നൊക്കെ വേണമെങ്കിൽ പറയാം. സുരാ, മനസ്സുണ്ടാക്കുന്ന ചില കെട്ടുകഥകളായിട്ടാണ് ഞങ്ങൾ ഇതിനെ കാണുന്നത്. ഇവിടെ അത് മാത്രമല്ല പ്രോബ്ലം. ബ്ലാക്ക് മാജിക്കിലൂടെ മരിച്ച ആളുടെ ആത്മാവായിട്ട് സംസാരിക്കുക, അത് സത്യമാണെന്ന് വിശ്വസിക്കുക, ഒരു സാധാരണ പെൺകുട്ടിയുടെ മനസ്സിനെ ഡിസ്റ്റർബ് ചെയ്യാൻ അത് മാത്രം പോരെ? ബ്ലാക്ക് മാജിഷ്യൻ പറഞ്ഞൊക്കെ ചില ഹിപ്നോട്ടിക് ഇലൂഷനായിട്ട് ഞാൻ കരുതിയിട്ടുള്ളൂ. ബിക്കോസ് കൽക്കട്ടയിലെ ഡാൻസ് ബാറൊക്കെ ബാൻ ചെയ്തിട്ട് തന്നെ 3-4 വർഷമായി. ബട്ട് സ്റ്റിൽ ഐ എം കൺഫ്യൂസ്ഡ്. ഒരിക്കൽ പോലും കണ്ടിട്ടില്ലാത്ത ആ ബോഡി കിടന്ന സ്ഥലം ഐഡന്റിഫൈ ചെയ്യാന്നൊക്കെ പറഞ്ഞാൽ ഇറ്റ്സ് എ മിറക്കിൾ. അല്ലെ മാജിക് എന്നോ അതല്ലെങ്കിൽ ആ പെൺകുട്ടി വിശ്വസിക്കുന്ന പോലെ മരിച്ച ആളുടെ ആത്മാവിന്റെ കളിയെന്നോ എങ്ങനെ വേണമെങ്കിലും വിശ്വസിക്കാം. ഇവിടെയാണ് ഞങ്ങൾ സൈക്കാട്രിസ്റ്റിന്റെ ജോലി തുടങ്ങുന്നത്. ആൻഡ് ക്ലിനിക്കലി ഇത്തരം കേസുകൾക്ക് ഒബ്സെസീവ് കമ്പൾസീവ് ഡിസോർഡർ അഥവാ മതിഭ്രമം എന്നാ പറയാം. അജിത്ത് കല്യാണം കഴിക്കാൻ പോകുന്ന കുട്ടിയല്ലേ? ഞാൻ പറഞ്ഞു പേടിപ്പിക്കുകയല്ല. ഇത്തരം ആൾക്കാരെ വളരെ കെയർഫുൾ ആയിട്ട് വേണം ഹാൻഡിൽ ചെയ്യാൻ. എപ്പോഴാണ് മൂഡ് ഓഫ് ആവുന്നതെന്ന് പറയാൻ പറ്റില്ല. പലപ്പോഴും റിയാലിറ്റിയിൽ നിന്ന് അകന്ന് സ്വപ്നലോകത്ത് കഴിയാനാണ് ഇവർ ആഗ്രഹിക്കാറ്. സോ ദേ പ്രിഫർ ലോൺലിനെസ്. ചിലരിൽ സൂയിസൈഡ് ടെൻഡൻസീസ് കാണാറുണ്ട്. മുമ്പൊരിക്കല് അങ്ങനെ ഒരു അറ്റംപ്റ്റ് ഉണ്ടായിട്ടുണ്ട്. ആ കുട്ടിയുടെ മനസ്സിൽ കടന്നുകൂടിയ ചിന്തകളുടെ കുരുക്കഴിക്കുക, അതും കാര്യകാരണ സഹിതം. അതിന് ആ ഡാൻസ് ബാർ ശരിക്കും ഉള്ളതാണോ എന്ന് അറിയണം. That should be our first movement. Doctor, we meet our Ganfields. Please come with me. ആഹാ, നല്ലൊരു മയക്കം കഴിഞ്ഞപ്പോഴേക്കും ക്ഷീണമൊക്കെ മാറിയില്ലേ? നനഞ്ഞതൊക്കെ ഇട്ട് ആകെ പനിച്ചു കുറച്ച് തല ചുറ്റിയതാ. ഈ ചുരിദാർ ഞാൻ ഇവിടുന്ന് വാങ്ങിച്ചാ. എങ്ങനെയുണ്ട്, കൊള്ളാമോ? അയ്യോ, സത്യമായിട്ട് ഞാനല്ല, ആ സിസ്റ്ററാ ഈ ഡ്രസ്സൊക്കെ മാറ്റിയത്. കൃഷ്ണ ഒന്ന് ഫ്രഷ് ആവും, നമുക്കൊന്ന് പുറത്തു പോയി വരാം. അയ്യോ, നേരെ ഒരുപാടായി, എനിക്ക് പോണം. ഫ്ലാറ്റിലിപ്പോ മേളം തുടങ്ങി കാണും. പേടിക്കണ്ട, ഞാൻ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. So then let's go. എവിടെ പോവാനാ? പെയിനേടി കൈനണ്ടോ ഞാനാനി ഇല്ലേ കുയിനൂടെ? എന്താ പറഞ്ഞേ? പെയിനേടി കൈനണ്ടോ ഞാനാനി ഇല്ലേ കുയിനൂടെന്ന്. പേടിക്കണ്ടോ ഞാനില്ലേ കൂടെയെന്ന്. എന്താ ശരിയല്ലേ? ശരി, പഠിച്ചു. കൃഷ്ണപ്രിയക്ക് ഈ സ്ഥലങ്ങളൊക്കെ കണ്ടതായി വല്ലതും ഓർമ്മയുണ്ടോ? പത്രങ്ങളൊക്കെ വിൽക്കുന്ന ഒരു മലയാളിയുടെ കടയുടെ അടുത്തിറങ്ങി നടക്കുമായിരുന്നു. അതിനടുത്തായി ക്ലബ്ബ്. എങ്കിൽ കണ്ടുപിടിക്കാൻ എളുപ്പം ഡോക്ടർ. ഈ ഏരിയയിൽ മലയാളികളുടെ കടകൾ കുറവാ. ഡോക്ടർ കാര്യം ചെയ്യും, വണ്ടി ഒന്ന് പാർക്ക് ചെയ്യും. ഞാൻ ആരോടെങ്കിലും ഒന്ന് ചോദിക്കാം. दादू चाय दादा एक है ना मलयालम न्यूज़पेपर कोताई पाव चाय एक तो विजन मनोरमा मातृभूमि കൃഷ്ണ കൃഷ്ണ ഈ കടയാണോ? ആഹാ, മലയാളികളാണല്ലേ. ഇവിടെ മലയാളം പത്രം വാങ്ങുന്നവരൊക്കെ പതിവുകാരാ. അവർക്കുള്ളതേ എടുത്ത് വെക്കാറുള്ളൂ. ഇവിടെ അടുത്തൊരു ഡാൻസ് ബാർ ഉണ്ടല്ലോ, അതെവിടെ ഏട്ടാ? അതൊക്കെ എന്നേ ക്ലോസ് ചെയ്തു. അല്ല, മോളെ കണ്ട് നല്ല പരിചയമുണ്ടല്ലോ. നേരത്തെ ഇവിടെ വന്നിട്ടുണ്ടല്ലേ? ഇവിടെയാ നഴ്സിംഗിന് പഠിക്കുന്നത്. ഇവിടുന്ന് മലയാളം മാഗസിൻസ് ഒക്കെ വാങ്ങാറ്. അതെ, പത്രം വേണ്ടേ? സാറിനെയും കണ്ട് നല്ല പരിചയമുണ്ടല്ലോ. ഈ ടിവിയിലൊക്കെ ന്യൂസ് വായിക്കുന്ന ടിവിക്കാരാണല്ലേ? എന്റെ സാറേ, അവിടെ പോയി ഷൂട്ട് ചെയ്ത് വേറെ പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത്. നാളെ പിന്നെ അത് മതി എന്റെയും സാറിന്റെ ഒക്കെ തല റോഡിൽ കിടക്കാൻ. അതാ വഴി പറഞ്ഞു തരാത്തെ. ഏയ്, ഞങ്ങൾ അതിനൊന്നുമല്ല. അത് ഞങ്ങളുടെ ഒരു നാട്ടുകാരൻ, ഒരു വർഗീസ് അച്ചായൻ അതിനടുത്ത് താമസിക്കുന്നുണ്ട്. അയാളൊന്ന് കാണാൻ വേണ്ടി. അത്ര കുഴപ്പം പിടിച്ച ഏരിയ ആണെങ്കിൽ നമുക്ക് പോയേക്കാം. Let's go. ഞാൻ അയാളെ പരിചയപ്പെട്ടിട്ടുള്ളതാ, ഹരിയേട്ടന്റെ കൂടെ. ഹലോ ഹലോ അണ്ണാ, അണ്ണൻ തേടി ഇരുന്ന പാർട്ടി ഇപ്പൊ എൻ കടയിൽ വന്നാச்சு. ஆமா, டேய் கொஞ்சம் சத்தமா சொல்லுடா. நீ பார்த்த அந்த பொண்ணு தானே? ஆமாண்ணா, இந்த பெண்ணினை கூப்பிட்டான் ஹரி. என் கடைக்கு இதுக்கு முன்னாடி வந்திருந்தது. எதுக்கா வந்திருக்கா? தனியா வந்திருக்காளா? நம்ம டான்ஸ் கிளப் தேடி தான் வந்திருந்தது. அவள் கூட ഒരു ടിവി കാരനും പിന്നെ വേറെ ആളും. മനസ്സിനൊരു കുഴപ്പമുണ്ട്. ആവശ്യമുള്ളതും ഇല്ലാത്തതുമായ കാര്യങ്ങളെല്ലാം എടുത്തങ്ങ് സ്റ്റോർ ചെയ്യും. Come in, Ajit.
പിന്നെ അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് കഥകളൊക്കെ ഉണ്ടാക്കി വെറുതെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. ഒരു നിമിഷമെങ്കിലും ലൈഫിൽ ബ്ലാങ്ക് ആയിരിക്കാൻ ആർക്കെങ്കിലും കഴിയും? മനസ്സൊരു കമ്പ്യൂട്ടർ പോലെയാ. ഞാൻ ഇപ്പൊ ഒരു ബ്ലാക്ക് സ്കോർപ്പിയോയിൽ എത്ര വന്നത്? എന്താ ചെയ്യാ? ഓക്കെ. എന്താ ജി? ഒരു ബ്ലാക്ക് സ്കോപ്പിയോല് കൃഷ്ണ ആരോ കിഡ്നാപ്പ് ചെയ്തു. അതിന് നമ്പർ പ്ലേറ്റ് കാണുന്നുണ്ടോ? ഇല്ല. ഒന്ന് നോക്കി. हेलो लाल बस पुलिस कंट्रोल सर आई कॉलिंग फ्रॉम कलकत्ता न्यूज আমাদের কাইরালি সমাজে বিল্ডিং থেকে একটা মহিলাকে একজন ব্ল্যাক স্কোপে গাড়িতে করে কিডন্যাপ করলো। যে নিয়ে গেছে তার সম্বন্ধে কিছু জানো? স্যার ওটা কারোর উপরে সন্দেহ আছে? স্যার এই ওখানে ওরা একটা সেক্স র্যাকেটের সঙ্গে জড়ে আছে। এই মৌলের স্বামীকে খুন করা হয়েছিল। সে কেসটা এখনো এই শেষ নেই, গড়ি চলছে। আপনারা যে কোনো একজন স্টেশনে এসে কমপ্লেন দিন, আমরা দেখে নেব। স্যার একটা কালো স্কোপে গাড়িতে ওকে কিডন্যাপ করা হয়েছে। ট্রাফিক সিগন্যাল গুলোতে ও একটা ওয়্যারলেস মেসেজ দেবে যাবে। গাড়ি নাম্বার জানেন? না স্যার আপনি কি বলছেন? কলকাতা ট্রাফিক কি করে ধরা যাবে? আচ্ছা আমরা দেখছি। আরে স্যার Damn it. ഈ ട്രാഫിക്കിൽ എങ്ങനെ കണ്ടുപിടിക്കാനാണ്? ഒട്ടുതന്നെയാണ് കൊണ്ടുപോയെന്ന് വ്യക്തമായ തെളിവുകളില്ലാതെ ആക്ഷൻ എടുക്കാൻ പേടിയാ അത്ര കമ്മീഷണർക്ക്. അത്രയ്ക്ക് പിടിപാടാണ് അവന്മാർക്ക്. നമുക്കെന്താ പിടിപാടിനൊരു കുറവ്? സെക്രട്ടറി ഒന്ന് മുഖ്യമന്ത്രി വിളിച്ചു പറഞ്ഞാ പോരെ? കണ്ടില്ലേ, സംസാരിക്കാൻ വയ്യല്ലോ, അതല്ലേ കുഴപ്പം. അതിനെന്താ, ചേച്ചി ഒന്ന് വിളിച്ച് പറഞ്ഞാ പോരെ? VS എത്ര പ്രാവശ്യം കഞ്ഞി വിളമ്പി കൊടുത്ത ആളാ. PS അല്ല മിലിറ്ററി വിചാരിച്ചാലും തൊടാൻ പറ്റാത്ത സ്ഥലമാ സോനാക്ക ചിങ്കിതർപൂരും ഒക്കെ. 19,000 സെക്സ് വർക്കേഴ്സ് ഉള്ളടത്തുനിന്ന് എങ്ങനെ കണ്ടുപിടിക്കാനാ? അവളങ്ങ് പോയിന്ന് എന്നെ കൂട്ടിക്കോ. ഇവിടെ വന്നൊരു പ്രശ്നം ഉണ്ടാക്കി ആകെ കുഴപ്പമാ സാർ. വേണ്ട സാർ, വിട് സാർ. शर्माता है। छोड़ना यार। তোমার কত রে? এ হিরো, দাঁড়াও, কি বলছিস? এদিকে আসো কত না। তোমার কত? আরে এদিকে আসো না না যাবো না। ভালো ও, আমি জানি তোমার 70 টাকাই রেট আছে। ভালো রুম আছে? আসো না। লজ্জা কিসের? টাকাটা বলো না। আরে আসো না, কম সম করে নেব। আরে আসো না। ঠিক আছে চলো। না না বাচ্চাকে রাখো, পরে খাবে। এখানে এখন বস, চলো। আমি একটু মা